കണക്കൊന്ന് ബോർഡിലോട്ട് എഴുതിയേ. എഴുതടാ, പറ്റത്തില്ലയോ? എഴുതടാ. ഇപ്പൊ എനിക്ക് വയ്യേ. എന്താ നിന്റെ ചിരി അങ്ങ് മങ്ങിയോ? എന്താടാ ചിരിക്കാത്തേ? നീ അവിടെ നിന്ന് ചിരിയായിരുന്നല്ലോ ഭയങ്കര. എഴുതടാ, എഴുത് 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 എഴുത്. നീ ഇനി പഠിപ്പിക്കുന്നത് കണ്ടിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. പഠിപ്പിക്കടാ, പഠിപ്പീര്. അറിയത്തില്ല. എന്തേ അറിയത്തില്ല. പൊന്നുമോനെ, കൈ ഇഞ്ഞ് നീട്ട്. വാ. കേട്ടോ, അടുത്ത ക്ലാസ് നിന്നെയൊക്കെ പിടിച്ചോളാം കേട്ടോ. എല്ലാം ഇല്ലടി, എനിക്ക് നൊന്തില്ല. അയ്യോ നൊന്തില്ല. അയ്യോ ഇല്ല, സത്യം നൊന്തില്ല. ഇല്ലടി, കുഴപ്പമില്ല. വേണ്ട വേണ്ട, അടങ്ങി അടങ്ങി. അയ്യേ, അവളുടെ ഒലിപ്പീരി തൊലി ഒരു ക്ലാസ്സിലേക്ക് എന്തെല്ലാം കാണണമല്ലേ. അയ്യോ ഇല്ല. ഇനി ക്ലാസ് ഇരിക്കാൻ വേണം, പോവാ. എന്റെ മാനസിക നേരെ തെറ്റി, ഞാനും പോവാ. അതെ, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാനിങ്ങനെ പുറകിന് നടക്കുമില്ല സ്ഥിരമായിട്ട്. എന്തെങ്കിലും ഒരു മറുപടി തന്നൂടെ പോസിറ്റീവായിട്ട്? മോളെ ഇങ്ങനെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ജീവിതം മൊത്തം നെഗറ്റീവ് ആയി പോകും. വെരി ബാഡ്. അതൊരു പരിപാടിയാ. ഇല്ല, കുഴപ്പമില്ല. ഈ ക്ലാസ്സിലെ എല്ലാ എന്റെ സുഹൃത്തുക്കളും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുക, ഞാൻ ഈ ബെഞ്ചിന്റെ മണ്ടയ്ക്ക് ഒന്ന് ഡൈവ് അടിച്ച് ചാവാൻ പോവാ. പെടലി ഒടിഞ്ഞ് ഞാനിന്ന് ചാവും, ഉറപ്പാ. ഞാനപ്പം ഡൈവ് അടിക്കാൻ റെഡി ആവാൻ പോവാ. ഡൈവ് അടിക്കാണ്ടെങ്കിൽ മെറിൻ എന്നോട് ഇഷ്ടമെന്ന് ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ ഇപ്പൊ പ്രശ്നമാവും. ഞാൻ ഡൈവ് അടിക്കാൻ പോവാ, റെഡി ആവും. പിന്നെ എനിക്ക് നിനക്ക് നിനക്ക് നിന്നെ എന്നെ സാറ് വിളിക്കുന്നു, പെട്ടെന്നില്ല. ഞാൻ വീണ്ടും ടെസ്റ്റ് കയറാൻ പോവാ. എനിക്ക് നിന്നെ ഇഷ്ടം. ശരിക്കും എത്ര ഇഷ്ടമുണ്ട്? അയ്യോ, അത് കുറച്ചേ ഉള്ളത്. അത്ര ഉണ്ടോ? നീല്ലെങ്കിൽ ഞാൻ ചാകും. ആണോ? നമുക്ക് അപ്പുറത്തോട്ട് പോയിരുന്നു മാറി സംസാരിച്ചാലോ? സ്റ്റാഫ് റൂമിൽ ബുക്ക് വെക്കാൻ പറഞ്ഞ ടീച്ചർ. നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാലോ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓ, എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിന്നോട് ഫീലിങ്സ് ഇല്ല. ആ ത്രില്ല് അങ്ങ് പോയി, മൂടും പോയി. നമുക്ക് നിർത്താം. സ്റ്റാഫ് റൂം എവിടാ? എന്താടാ? എന്തോന്നാണ് എന്തൊരു ആഘോഷമാണ് ഇത്? എനിക്കറിയാം എന്തിനടിയാ അവരമ്മ ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് യാതൊരു ഉറപ്പില്ല. ഓട്ടടാ, മുറിഞ്ഞല്ലേ ഒന്ന് ഓട്ടെ. 5 മുഴ. ഇതൊന്നും മലയോ? 5 മല പാറ. അയ്യോ, ഇത് കൊള്ളാല്ലേ. വലിയിട്ട് പടയൊക്കെ ഇന്ന് ഞാൻ ചെയ്തല്ലേ. ഇത് ഈ പ്രാവശ്യത്തിലല്ല. ഇത്രേ ഉള്ളായിരുന്നു. ഈ മുറിവ് ആര് മുറിച്ചതാണ്? ഇത് ഞാൻ മുറിച്ചല്ല. ഇത് ഞാൻ മുറിച്ചല്ല.
എടി ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ എന്തോടി? എനിക്ക് ചമ്മന്തി, മീൻ പൊരിച്ചത്, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. എനിക്ക് ഇച്ചിരി ചമ്മന്തി തരണേ. നിന്റെ തൈര് ഇച്ചിരി വേണം. എനിക്ക് സ്ത്രീയെ ഇഷ്ടമാണ്. അവിടെ ചിരിയൊക്കെ കണ്ടില്ലേ? ആണല്ലേ? ഇഷ്ടം പോയി തുറന്നു പറയടാ. മരകോന്ത ഇവിടെ ഇരുന്ന് ചുവടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറയാനോ? പിന്നെന്താ ഞാൻ പറയണം? പോയി പറയാനോ? പോയി പറ. ശ്രീ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. അത് പിന്നെ നീ എന്താ പറയാൻ വന്നേ? പറ, എന്താ എന്താ പറഞ്ഞോ. ഇത് എന്താ എന്താ വേണ്ടേ? ഒന്നുമില്ല. എന്ത് വായിക്കുന്നത്? ഇത് നോവലാ? വായിച്ചു തരുമ്പോൾ ഇങ്ങോട്ട് തന്നെ. ഇതൊക്കെ എന്നും അങ്ങ് പനിയാ. എപ്പോഴും മൂക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ മൂക്കാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനിപ്പോ തല ചൊറിയുന്നതിന് പ്രശ്നമൊന്നുമില്ല നിനക്കല്ലേ? നിങ്ങൾ എൻജോയ് ചെയ്യും. മതിയടി തുറന്നേ. പുല്ല് ബെല്ലടിച്ചല്ലോ. ഇനിയിപ്പൊ ശാശി ചാടി പിടിച്ച് വരിക വരിക. എടാ, നിനക്ക് ഇഷ്ടമല്ലെങ്കിലേ പിന്നെ എന്തിനാ ലൈനായിട്ട് വെച്ചേക്കുന്നേ? അങ്ങ് ഒഴിവാക്കി കളഞ്ഞൂടെ? ഒഴിവാക്കാനോ? എടീ വന്നേ. എടാ, നിന്റെ 2 ഹോംവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. സെമിനാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മറ്റന്നാൾക്കുള്ള പ്രോജക്റ്റിന്റെ കുറച്ചുകൂടി എഴുതാറുണ്ട്. വാ, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ഓ, നിന്റെ ഒരു സ്നേഹം മനസ്സിലായോ? എന്തിനാണ് വരിക? ലവ് വിത്ത് ബെനിഫിറ്റ്. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോളോ മനിക്കാൻ. അങ്ങനെ ദിവ്യയും ദീപയും എല്ലാം കൂടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ആരുടെ കാര്യമാണ് പറയുന്നേ? അശ്വതി. അശ്വതിയോ? അശ്വതിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞു. ഗായത്രി ഗായത്രി ഗായത്രിയുടെ കാര്യമോ? ആരെ? ഇവിടെ അല്ലേ ശ്രദ്ധ? ഞാൻ സൗമ്യയുടെ കാര്യമല്ലേ സൗമ്യ സൗമ്യ കേട്ടിട്ട് എന്തുവാ ഒരു ശ്രദ്ധയില്ലല്ലോ. ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കണം. ഓ, ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ അപ്പുറത്ത് പോയെന്റെ ഒരു മധുരമായ ഓർമ്മ വയ്ക്കാൻ ചാരുഹൃദയ